ഹലോ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ എല്ലാവരും സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞോ? മെയ് 17-ാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം വരുന്നത്. അപ്പം നിങ്ങൾ ടോപ്പിക്കൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ എന്തായി അതിൻ്റെ അവസ്ഥ? അപ്പം നമുക്ക് മാത്സിലെ 10 മാർക്ക് നമുക്ക് ഇവിടെ വെച്ച് ഷുവർ ആക്കാം. അതിന് നമ്മളൊരു സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രാക്റ്റീവ് ആയിട്ട് സെഷൻസ് മുന്നോട്ട് പോവാം. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ എന്താണ്? ഒരു +2 ലെവൽ പരീക്ഷയാണ് അല്ലേ? ഒരു ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മൾ ക്വാളിഫൈ ചെയ്ത ഒരു കാൻഡിഡേറ്റിന് 18 വയസ്സ് പൂർത്തിയായി ഒരു കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തസ്തികയിലേക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ സിലബസിനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഒരു സിവിൽ എക്സൈസ് ഓഫീസറുടെ ഡീറ്റെയിൽഡ് സിലബസ്. അതിൽ മാർക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ സബായിട്ട് ചരിത്രത്തിന് 5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ 3 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 8 മാർക്കാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എത്രയാണ്? 4 മാർക്കാണ്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്, ലഘു ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനം 10 മാർക്ക്. അതിൽ മാത്സിൻ്റെതും TRും കൂടിയാണ് 10 മാർക്ക് വരുന്നത്. അതിൽ മാത്സ് 5 മാർക്ക്, അതുപോലെ എന്താണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെഷൻ 5 മാർക്ക്, അതുപോലെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ നിന്നും 10 മാർക്ക്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് 20. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്സ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മാത്സിൽ 5 മാർക്കും അതുപോലെ TRൽ 5 മാർക്കും നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉറപ്പിച്ച് പോവാം. അപ്പോൾ നമുക്കതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് അല്ലേ? ടൈം ആൻഡ് വർക്കിൻ്റെ 1 മാർക്ക് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, അതിൻ്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ സെഷൻസിലേക്ക് പോകാം. അതുപോലെ നിങ്ങൾക്ക് ഈ ടൈം ആൻഡ് വർക്കിൻ്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് PDF കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 days. എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 days ആൻഡ് ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. ഇൻ ഹൗ മെനി ഡേയ്സ് ദേ ടുഗദർ ക്യാൻ ഡു ദ ജോബ്? ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വർക്ക്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സൂത്രവാക്യങ്ങളും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എളുപ്പത്തിൽ പഠിക്കാം. എങ്ങനെയാണ്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ചെയ്യാൻ പോവാം. എങ്ങനെയാണ്? എ ക്യാൻ ഡു എ ജോബ് ഇൻ 30 days. ഒരു ജോലി തീർക്കാൻ എത്ര ദിവസം എടുത്തു? 30 ദിവസം. അതേ ജോലി ബി ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? 15 ദിവസം. അങ്ങനെയെങ്കിൽ അവർ 2 പേരും കൂടി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ആ ജോബ് ചെയ്തു തീർക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതിൽ എയുടെ വർക്ക് എത്രയാണ്? 30 ദിവസം. ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ആ വർക്ക് പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം 30 ആണ്. അതേ വർക്ക് ചെയ്യാൻ ബി എടുക്കുന്ന സമയം 15. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 30ൻ്റെ 15ൻ്റെ LCM കാണാം. നിങ്ങൾക്ക് എത്ര എയും ബിയും സിയും ഡിയും ഒക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിൻ്റെയൊക്കെ ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ LCM കാണാം. ഇവിടുത്തെ 30ൻ്റെ 15ൻ്റെ LCM എത്രയാണ്? 30ൻ്റെയും 15ൻ്റെ LCM 30 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് എന്ന രീതിയിൽ മെൻഷൻ ചെയ്യാം. ഇതെന്താണ്? ടോട്ടൽ വർക്ക്. 30 എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക്. ഇനി 30 ഡിവൈഡ് ബൈ 30, 1 എന്ന് പറയുന്നതാണ് എയുടെ എഫിഷ്യൻസി. 1 എന്ന് പറയുന്നത് എന്താണ്? എയുടെ എഫിഷ്യൻസി. ഓക്കെ, ഇനി 30/15 എന്ന് പറയുന്നത് എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി. 30/15 എത്രയാണ്? 2 ആണ്. 2 എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസി. മനസ്സിലായല്ലോ? ഓക്കെ,
ഇനി എന്താണ്, നമുക്ക് ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? അത് നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കൂട്ടിയാൽ മതിയല്ലോ. എയുടെയും ബിയുടെയും ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 3. 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ എഫിഷ്യൻസി ആണല്ലോ. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? LCM ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി, അതായത് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എയും ബിയും കൂടി കമ്പൈൻ ചെയ്ത് ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന എന്ത് കിട്ടും? കമ്പൈൻ ചെയ്തിട്ട് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നു മനസ്സിലാവും. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും ടോട്ടൽ, അതായത് നമുക്ക് എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോബ് ചെയ്ത് തീർക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എയുടെയും ബിയുടെയും ടോട്ടൽ വർക്ക് നമുക്ക് 30, എയുടെയും ബിയുടെയും ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 3 = 10 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? എയും ബിയും ആ വർക്ക് ഒരുമിച്ച് ചെയ്താൽ 10 ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ആവും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ നോക്കിക്കോളൂ. A and B together can do a piece of work in 6 days. എയും ബിയും കൂടി ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. ബട്ട് A alone can do it in 12 days. എ മാത്രം ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 12 ദിവസം. How many days would B alone take to do the same work? അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്തിട്ട് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? എയും ബിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 6 days. ഇനി എ തനിച്ച ജോലി ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 12. അങ്ങനെയെങ്കിൽ ബി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണല്ലോ അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി 6ൻ്റെയും 12ൻ്റെയും LCM എന്താണ്? 12. ആ 12 എന്താണ്? ടോട്ടൽ വർക്ക്. 12 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക്. ഓക്കെ, ഇനി എയുടെയും ബിയുടെയും ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 12/6. അതായത് 2 ആണ് എയുടെയും ബിയുടെയും ടോട്ടൽ എഫിഷ്യൻസി. ആണല്ലോ. അങ്ങനെയെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 12/12. 1 ആണ് എയുടെ എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി എത്രയാണ്? 1. ശരി, ഈ 1ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 2 ആവും? 1. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1. ബിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ബിയുടെ എഫിഷ്യൻസി ചെയ്താൽ പോരെ? അപ്പോൾ 12/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 days. അപ്പോൾ ബി ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? ബി തനിച്ച ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം 12 ദിവസം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു? എ തനിച്ചൊരു ജോലി ചെയ്യുന്നു, ബി തനിച്ച ആ ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ട് എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യും എത്ര ദിവസം എടുക്കുന്നതായിരുന്നു നമ്മൾ ഫസ്റ്റ് നോക്കിയത്. ഇവിടെ എങ്ങനെയാണ്? എയും ബിയും കൂടി ഒരുമിച്ച് ഇത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്യുന്നു, എ തന്നെ ആ ജോലി ചെയ്യാൻ ഇത്ര ദിവസം എടുക്കുന്നു എങ്കിൽ ബി ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പം ഇതും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറെ ടൈപ്പ് നോക്കാം. ഇതിൽ എന്താണ്? ദീപക്കും ഗോകുലും മഹേഷ് 3 പേരുണ്ട്. അപ്പം ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദീപക് ക്യാൻ ഡു എ വർക്ക് ഇൻ 12 days. ദീപക് ക്യാൻ ഡു എ വർക്ക് ഇൻ 12 days. ഗോകുൽ ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. Gogul can do it in 15 days. Mahesh can do the same work in 20 days. If they all work together, the number of days need to complete the work is. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദീപക്ക് ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 12 ദിവസം അല്ലേ? ദീപക്ക് 12. ഇനി ഗോകുൽ എത്രയാണ്? അതേ വർക്ക് ചെയ്യാൻ ഗോകുൽ എടുക്കുന്ന സമയം എത്രയാണ്? 15. മഹേഷോ 20. ഇതാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യാം? ഈ 12ൻ്റെയും 15ൻ്റെയും 20ൻ്റെ എന്ത് കാണുക? LCM കാണുക. ആ LCM എന്താണ്? ടോട്ടൽ വർക്ക്. സോ 12ൻ്റെയും 15ൻ്റെയും 20ൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 60. 60 ആണ് എന്ത്? ടോട്ടൽ വർക്ക്. നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി.
ഇനി നമുക്ക് ഗോകുലിന്റെ എഫിഷ്യൻസി എത്രയാണെന്നും ദീപകിന്റെ എഫിഷ്യൻസി എന്താണെന്നും അതുപോലെ മഹേഷിന്റെ എഫിഷ്യൻസി എന്താണെന്നും നോക്കാം. അപ്പൊ 60/12 ചെയ്താൽ എന്ത് കിട്ടി? ദീപകിന്റെ എഫിഷ്യൻസി കിട്ടി. 60/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. സോ ദീപകിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇനി ഗോകുലിന്റെ എഫിഷ്യൻസിയോ 60/15. 60/15 എത്രയാണ്? 4. സോ 4 ആണ് ഗോകുലിന്റെ എഫിഷ്യൻസി. ഇനി മഹേഷിന്റെ എഫിഷ്യൻസിയോ 60/20. 3 ആണ് നമ്മുടെ മഹേഷിന്റെ എഫിഷ്യൻസി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അവർ ഒരുമിച്ച് ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ ടോട്ടൽ എഫിഷ്യൻസി അല്ലേ നമ്മൾ ഇവിടെ കാണേണ്ടത്. 5 4 9 3 12. 12 എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ എഫിഷ്യൻസി. ഇനി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവർ കമ്പൈൻ ചെയ്ത് ആ വർക്ക് ചെയ്യാനെടുക്കുന്ന ദിവസം കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 60 അല്ലേ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ഇനി ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 5 4 3 എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. 5 4 9 3 12 12 അല്ലേ? 60/12. ഇപ്പൊ എന്താ ചെയ്തത്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. അത് എത്രയാണ്? 60/12 5. സോ 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? അവരാ വർക്ക് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുമിച്ചാണ് അവർ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ 5 ദിവസം കൊണ്ട് അവരെന്ത് ചെയ്യും? ആ വർക്ക് ഫിനിഷ് ആക്കും. അപ്പം അത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യില്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തത് എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. എയും ബിയും കൂടി ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 10 ദിവസം. വൈ ബി ആൻഡ് സി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 12 days. ബിയും സിയും കൂടി അതേ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 12 ദിവസം. ആൻഡ് സി ആൻഡ് എ ഇൻ 15 days. ആ വർക്ക് സിയും എയും ഒരുമിച്ച് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുത്തു? 15 ദിവസം. ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടുഗദർ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? അങ്ങനെയെങ്കിൽ അവർ ഒരുമിച്ച് ആ വർക്ക് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് അവർ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേക്കാം. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days, while B and C can do the same work in 12 days, and C and A in 15 days. How many days will they together take to finish the work? ഇങ്ങനെയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? എയും ബിയും കൂടി ഒരുമിച്ച് ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 10 ദിവസം. ഇനി ബിയും സിയും കൂടി ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 12 ദിവസം. സിയും എയും കൂടി ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 15 ദിവസം. ഇവിടെ നിങ്ങൾ എന്ത് തന്നെ ചെയ്താൽ മതി? LCM കാണുക. ഇപ്പോൾ 10ൻ്റെയും 12ൻ്റെയും 15 LCM എന്താണ്? 60 ആണ് LCM. സോ 60. 60/10 എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി അല്ലേ? സോ 6 ആണ് എയുടെയും ബിയുടെയും ടോട്ടൽ എഫിഷ്യൻസി. ഇനി 60/12 ചെയ്താലോ? അത് 5. ആ 5 എന്ന് പറയുന്നത് എന്താണ്? ബിയുടെയും സിയുടെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി അല്ലേ? ഇനി 60/15 എത്രയാണ്? 4. സോ എയുടെയും സിയുടെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 4. നമുക്കിപ്പോൾ ടോട്ടൽ എഫിഷ്യൻസിയും കിട്ടി, ടോട്ടൽ വർക്കും കിട്ടി. ഇവിടെ എന്താണ് നടക്കുന്നത്? എ ബി ബി സി സി എ. അപ്പം നമ്മൾ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ടോട്ടൽ എഫിഷ്യൻസി ആകുമ്പോൾ 2A + 2B + 2C ആണല്ലോ. അതിന് 6 5 11 4 15. സോ ഈ 15 എന്ന് പറഞ്ഞാൽ എന്താ? 2 എയുടെയും 2 ബിയുടെയും 2 സിയുടെയും കൂടി എന്താണ്? എഫിഷ്യൻസിയാണ്. അപ്പം നമുക്ക് A + B + C കാണുമ്പോൾ എന്ത് ചെയ്യാൽ മതി? എല്ലാത്തിലും 2 കോമൺ അല്ലേ? സോ 15/2 അല്ലേ? 7.5 എന്ന് പറയുന്നതാണ് എന്ത്? എയുടെയും ബിയുടെയും സിയുടെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി. ഇനി നമുക്കറിയാം എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടിയില്ലേ? ഇപ്പം ടോട്ടൽ വർക്ക് എത്രയാണ്? 60. നമുക്ക് വേണമെങ്കിൽ മനസ്സിലാവാൻ 60/1 എഴുതിയാലും 60. ഇനി ഇതെത്രയാണ്? 15/2. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു? A/B ഡിവൈഡ് C/D എന്ന് പറഞ്ഞാൽ എന്താണ്? AD ഡിവൈഡ് BC. ഇത് ഓർത്ത് വെക്കണേ. അപ്പോൾ നമുക്ക് എന്തായി? ഇതെങ്ങനെ വരും? 60 × 2 ഡിവൈഡ് 15 × 1 അല്ലേ? 15 4 60. സോ 8 ദിവസമാണ് എന്ത്?
എയും ബിയും സിയും കൂടി അവർ ഒരുമിച്ച് ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 8 ദിവസം. 8 days. അത് മനസ്സിലായല്ലോ. 8 days എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലായില്ലേ? നമ്മൾ ഡൗട്ട്സ് ഒന്നുമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ എന്ത് ചെയ്തു? LCM കണ്ടു, എഫിഷ്യൻസി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, നമുക്ക് ആൻസറും കിട്ടി അല്ലേ? വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റില്ലേ? ഇനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If 20 men complete a work in 14 days, then how many men are required to complete the work in 8 days? ഇങ്ങനെയാണല്ലോ ചോദ്യം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 20 men ഒരു വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ദിവസം 14. ഇനി നമുക്കിവിടെ അറിയില്ല 8 ദിവസം കൊണ്ട് അവർ ആ വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ആൾക്കാർ വേണ്ട വരും? ഇപ്പം നമുക്കറിയാം, നമ്മൾ 8 ദിവസം കൂടെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ആൾക്കാരുടെ എണ്ണം കൂടണം അല്ലേ? ഇപ്പം എന്ത് ചെയ്യണം? 20 × 14 ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി അല്ലേ? നമുക്ക് ഇവിടെയാണല്ലോ അറിയേണ്ടത്. ഒരു വർക്ക് ചെയ്യാൻ 20 ആൾക്കാർ എടുക്കുന്ന സമയം എത്രയാണ്? 14 ദിവസം. അതേ വർക്ക് 8 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ എത്ര ആൾ വേണം? അപ്പം നമുക്കത് ഇതല്ലേ ചെയ്യേണ്ടത്? 20 × ഇവിടെ 14 days ആണുള്ളത്, ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമ്പർ ഓഫ് മെൻ ഇൻക്രീസ് ചെയ്യുക. സോ 8 ഉം 20 ഉം 5 4 20 2 4 8 7 35 മെൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്ക് 8 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്കത് എന്ത് ചെയ്യാം? നേരെ തിരിച്ച് ചെയ്ത് നോക്കാം. ഈ ആൻസർ കറക്റ്റ് ആണോന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? സോ 20 മെൻ 14 ദിവസം, 35 മെൻ എത്ര? എനിക്കറിയില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ 14 ഇൻറ്റു അല്ലേ 35 മെൻ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഡേയ്സ് ഡിക്രീസ് ചെയ്യും. സോ എന്ത് വരും? 20 ഡിവൈഡ് ബൈ 35 ആണല്ലോ. 5 4 20 7 5 35 7 2 14. സോ 8 days ആയല്ലോ. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ ശരിയാണ്. അപ്പോൾ ഇതിനുള്ള എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എന്താണ്? M1 D1 ഈക്വൽ ടു M2 D2. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. M1 എന്താണ്? 20. D1 എന്താണ്? 14. ഡിവൈഡ് ബൈ നമുക്ക് M2 അറിയില്ല, D2 ആണ് അറിയുന്നത്, ഡിവൈഡ് ബൈ 8. അതാണല്ലോ ഇത്. 20 × 14 ഡിവൈഡ് ബൈ 8 എത്രയായിരുന്നു? അത് 35. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത സെഷൻ നോക്കാം. A and B can complete a work in 15 days and 10 days. A and B can complete a work in 15 days and 10 days respectively. They started doing the work together, but after 2 days B had to leave and A alone completed the remaining work. How many days will A take to finish the remaining work? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? A ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസവും B അതേ വർക്ക് ചെയ്യാൻ 10 ദിവസവും എടുക്കുന്നു. പിന്നെ എന്താണ്? അവർ ഒരുമിച്ച് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്തു? B പോയി. അതിനുശേഷം റിമൈനിങ് വർക്ക് ആര് ചെയ്യണം? A തനിച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ റിമൈനിങ് വർക്ക് ചെയ്യാൻ A എടുക്കുന്ന ഡേയ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? A 15, B 10. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഈ 15ൻ്റെയും 10ൻ്റെയും LCM എന്താണ്? നമുക്കറിയാം 15ൻ്റെയും 10ൻ്റെ LCM എന്ന് പറയുന്നത് 30 ആണ്. ഇതാണ് എന്ത്? ടോട്ടൽ വർക്ക് ആണല്ലോ. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി എന്താണ്? എയുടെ എഫിഷ്യൻസി 30/15 2 എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസിയോ 30/10 3 ബിയുടെ എഫിഷ്യൻസി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ വർക്ക് ടുഗദർ ബട്ട് ആഫ്റ്റർ 2 days ബി ഹാഡ് ടു ലീവ്. അവർ ഒരുമിച്ച് ആദ്യത്തെ 2 ദിവസം വർക്ക് ചെയ്തു അല്ലേ? 2 × 3 എത്രയാണ്? 2 3 എത്രയാണ്? 5.
സോ 5 എഫിഷ്യൻസി വെച്ചിട്ട് 2 ദിവസം ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 10 വർക്ക് അവരുടേത് കഴിഞ്ഞു. 10 വർക്ക് അവർ ഓൾറെഡി രണ്ടുപേരും കൂടി 10, അതായത് ഈ 30-ലുള്ള 10 ഇവിടെ ചെയ്തു. ഇനി റിമൈനിങ് എത്രയാണ്? 30-ന്ന് 10 കുറയ്ക്കുക, 20 വർക്ക് ഇനിയുള്ളൂ അല്ലേ? ഇനിയുള്ളത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 20 ഈ 20 ആരിന് ചെയ്യണം? എ തന്നെ ചെയ്യണം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 2. 20/2. 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. സോ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? എ ആ വർക്ക്, റിമൈനിങ് വർക്ക് എ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 ദിവസമാണ്. അപ്പോൾ അത് മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. എ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം 15. ശ്രദ്ധിച്ചിരുന്നോളെ. അതേ വർക്ക് ബി ചെയ്യാൻ എടുക്കുന്ന സമയം 10. നമുക്കറിയാം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM ആണ്. 15-ൻ്റെയും 10-ൻ്റെയും LCM എന്ന് പറയുന്നത് 30. ഈ 30 എന്ന് പറയുന്നതാണ് ടോട്ടൽ വർക്ക്. ഇനി എന്താണ്? നമുക്ക് എയുടെ എഫിഷ്യൻസി അറിയണം. 30/15 എന്ന് പറഞ്ഞാൽ 2, 30/10 എന്ന് പറഞ്ഞാൽ 3 ബിയുടെ എഫിഷ്യൻസി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എയുടെ എഫിഷ്യൻസിയും കിട്ടി, ബിയുടെ എഫിഷ്യൻസിയും കിട്ടി. ഇനി എന്താണ്? ഇവർ ഒരുമിച്ച് 2 ദിവസം വർക്ക് ചെയ്തു. ആദ്യത്തെ 2 ദിവസം എയും ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ആ വർക്ക് ചെയ്തത് അല്ലേ? ഇപ്പം 2, 3, 5 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 2, 10. ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്കില്ല 10 വർക്ക് എന്ത് ചെയ്തു? 2 ദിവസം കൊണ്ട് അവർ ഫിനിഷ് ചെയ്തു. ഇനി റിമൈനിങ് വർക്ക് എത്രയാണ്? 10 കഴിഞ്ഞു. ഇനി 30-ന്ന് 10 കുറച്ചാൽ 20 വർക്ക് ഇനി റിമൈനിങ് വർക്കുള്ളൂ. റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് 20 ഉള്ളൂ. ആ 20 വർക്ക് ആര് ചെയ്യണം? ബി ചെയ്യണം, സോറി എ ചെയ്യണം. സോ എയുടെ എഫിഷ്യൻസി എത്രയാണ്? എയുടെ എഫിഷ്യൻസി 2. സോ 10 ഡേയ്സ്. അടുത്ത 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? എ തനിച്ച വർക്ക് ഫിനിഷ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദിക്കാം. ഇനി അടുത്തത്, ഇപ്പം നമ്മളിപ്പോൾ ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പോലെ റിപ്പീറ്റഡ് അടിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു എങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അർജുൻ കംപ്ലീറ്റ്സ് എ വർക്ക് ഇൻ 35 days, whereas Biju complete the same work in 45 days. If they complete it together and get a payment of rupees 3,200, what is Biju's share? ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് അർജുൻ ഒരു വർക്ക് ചെയ്യാൻ 35 ദിവസവും ബിജു അതേ വർക്ക് ചെയ്യാൻ 45 ദിവസമാണ് എടുക്കുന്നത്. അതായത് അർജുൻ തനിച്ച വർക്ക് ചെയ്യാൻ 35 ദിവസം, അതുപോലെ ബിജു ആ വർക്ക് തനിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം 45 ദിവസം. ഇനി എന്ത് ചെയ്തു? ഇഫ് ദേ കംപ്ലീറ്റ് ഇറ്റ് ടുഗദർ, അവർ ഒരുമിച്ച് ആ വർക്ക് ചെയ്തു, ഫിനിഷ് ചെയ്തു. അവർക്ക് കിട്ടിയ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 3200 രൂപയാണെങ്കിൽ ബിജുവിൻ്റെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? അർജുൻ്റെത് 35 ദിവസം, ബിജുവിൻ്റെത് 45 ദിവസം ആണല്ലോ. നമുക്ക് 35-ൻ്റെയും 45-ൻ്റെയും LCM ആണ് എന്ത് വരുന്നത്? ടോട്ടൽ വർക്ക്. അപ്പോൾ ഇത് ഞാനിവിടെ LCM ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി. ഇതാണല്ലോ 35 × 9 എത്രയാണ്? 315 അല്ലേ? 9 5 45, 4 ബാക്കി 3 27, 27 4 31. 315 എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ വർക്ക് ആണല്ലോ 315. ഇനി നമുക്ക് എന്താ? നമുക്ക് എയുടെ എഫിഷ്യൻസി അറിയണം. എയുടെ എഫിഷ്യൻസി എന്താണ്? ഇപ്പം ഞാൻ നോക്കിക്കോ, 7 5 35, റിമൈനിങ് 9. സോ 9 ആണ് ആരുടെ എഫിഷ്യൻസി? എയുടെ എഫിഷ്യൻസി. ഇനി ബിയുടെ എഫിഷ്യൻസി ആണോ? 45. 9 × 5 45, 7. 7 എന്ന് പറയുന്നത് ആരുടെ എഫിഷ്യൻസിയാണ്? ബിയുടെ എഫിഷ്യൻസി. നമുക്കിപ്പോൾ കിട്ടി 9 എയുടെ എഫിഷ്യൻസിയും 7 ബിയുടെ എഫിഷ്യൻസിയും ആണല്ലോ. ഇനി 9ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്?
16 എന്ത്? ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 9 + 7 16 അല്ലേ? ടോട്ടൽ എഫിഷ്യൻസി കിട്ടി. ഈ 16നാണല്ലോ 3200 കൊടുത്തത്. സോ 16 3200 ആണെങ്കിൽ ഒന്ന് എത്രയാണ്? 3200 ഡിവൈഡഡ് ബൈ 16 എത്രയാണത്? 200 ആണല്ലോ അല്ലേ? 16 2 32. അപ്പം നമുക്ക് ഒരു എഫിഷ്യൻസിക്ക് എത്രയാണ്? 200 രൂപയാണെങ്കിൽ നമ്മളോട് ആരുടെ ബിജുവിൻ്റെതാണ് ചോദിച്ചിരുന്നത്. ബിജുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 7. 7 × 2 എത്രയാണ്? 7 × 2 14. 1200. 1400 ആണ് ആർക്ക് കിട്ടുന്നത്? നമ്മുടെ ബിജുവിന് കിട്ടുന്നത്. മനസ്സിലായോ? ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. നോക്കാം. അർജുൻ അവർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നത്? 35 ദിവസം. ഇനി ബിജു ആ വർക്ക് ചെയ്യാൻ എത്ര എടുത്തു? 45 ദിവസം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് LCM കാണാം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? എളുപ്പത്തിൽ കാൽക്കുലേഷൻ തെറ്റാതിരിക്കാൻ ആണല്ലോ. സോ 7 5 35. 35 × 9 എത്രയാണ്? 315. ഈ 315 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്കാണ്. 315 ടോട്ടൽ വർക്കാണ്. 315 ഡിവൈഡ് ബൈ 35 എത്രയാണ്? 9. 315 ബൈ 45 എത്രയാണ്? 7. 9 7മാണ് അർജുൻ്റെയും ബിജുവിൻ്റെയും എഫിഷ്യൻസി. അർജുൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 9. ബിജുവിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 7. 9 7 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 16 എന്ന് പറയുന്നതാണ് അർജുൻ്റെയും ബിജുവിൻ്റെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി. കാരണം എന്തുകൊണ്ടാണ് നമ്മളിവിടെ ടോട്ടൽ എടുത്തത്? അവർ ഒരുമിച്ചാണ് ആ വർക്ക് ചെയ്തത്. സോ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 16 ആണല്ലോ. ഈ 16നാണ് എത്ര കൊടുത്തിരിക്കുന്നത്? 3200 രൂപ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ 16 3200 ആണെങ്കിൽ ഒന്ന് എത്രയാ? 200. അങ്ങനെയെങ്കിൽ ബിജുവിൻ്റെ ഷെയർ അല്ലേ ചോദിച്ചത്? ബിജുവിൻ്റെ എത്രയാണ്? 7 × 200 1400 ആണ് എന്ത്? ബിജുസ് ഷെയർ. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 24 men working for 8 hours a day can complete a piece of work in 15 days. ഇവിടെ എന്തൊക്കെ ഉണ്ട്? മെൻ ഉണ്ട്, നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്, നമ്പർ ഓഫ് അവേഴ്സ് ഉണ്ട്. അടുത്തത് എന്താണ്? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ഡു 20 men do the same work working 9 hours a day? ഇങ്ങനെയാണ്. 24 men 8 മണിക്കൂർ വെച്ചിട്ട് 15 ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്തു. അങ്ങനെയെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 20 men 9 അവർ വെച്ച് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യണം? ഇതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം M1 D1 H1 = M2 D2 H2. ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചാൽ D2 ആണ് കാണേണ്ടത് അല്ലേ? സോ 20ലും 24ലും 5 4 20 6 4 24 ആണല്ലോ. സോ 16 × 5 16. ഈ 5ഉം ഈ 5ഉം ക്യാൻസലായി. സോ 8 × 2 16 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? അവർ ആ വർക്ക് ഫിനിഷ് ചെയ്യും. 16 ദിവസം. അവർ മറ്റേ അവർ എത്ര എടുത്ത്? 15 ദിവസം. അവിടെ അവേഴ്സോ 8. ഇവർ അവേഴ്സ് കൂട്ടി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ 16 ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ആക്കിയത്. അപ്പോൾ അത് മനസ്സിലായോ? ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്തത്. M1 D1 H1 = M2 D2 H2. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PSCയുടെ ഒക്കെ, അതായത് പ്രിലിംസിനല്ല മെയിൻസിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മെയിൻസിലാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 5 men and 8 women can finish a job in 10 days, while 3 men and 7 women can finish it in 12 days. In how many days
ക്യാൻ 11 men ഫിനിഷ് ഇറ്റ്? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? 5 മെന്നും 8 വുമണും കൂടി ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം എടുത്തു. അതേ വർക്ക് 3 മെന്നും 7 വുമണും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്തു? 12 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ 11 men ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ഈ ചോദ്യം അല്ലേ? ഇനി നമുക്കറിയാം 10ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 60 സോ 60/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 6 എന്ത്? 5 മെന്നിൻ്റെയും 8 വുമൻ്റെയും ടോട്ടൽ എഫിഷ്യൻസി. ഇനി 60/12 എന്ന് പറഞ്ഞാൽ 5 ഈ 5 എന്ന് പറയുന്നത് 3 മെന്നിൻ്റെയും 7 വുമൻ്റെയും ടോട്ടൽ എഫിഷ്യൻസി ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ആരാ? വുമണിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെന്ന് മാത്രം ഇവിടെ കിടക്കും അല്ലേ? ഇപ്പം നോക്കിയേ, നമുക്ക് മുകളിൽ 8 താഴെയോ 7. സോ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ എന്തിനാ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്തായി? 35 men പ്ലസ് 56 വുമൺ ഈക്വൽ ടു എത്രയാണ്? നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 7 കൊണ്ടല്ലേ? 7 6 42 ആയേ. ഇനി താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 8 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താണ്? 8 3 24 മെന്ന്. ഇനി 8 56 വുമൺ. എത്രയായി? 12നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണ്? 96 അല്ലേ? 5 അല്ലേ? 5നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 കൊണ്ട് 40. 96 അല്ല, എഫിഷ്യൻസിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 40 5 40. എന്ന് നോക്കിയേ, 56. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ വുമൺ ക്യാൻസലായി. 35 24 11 മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 42 40 കുറച്ചാൽ 2. 11 മെന്നിൻ്റെ എഫിഷ്യൻസി 2 11 മെന്നിൻ്റെ എഫിഷ്യൻസി 2 ആണെങ്കിൽ 60/2 ചെയ്താൽ പോരെ? 60/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. സോ 11 മെന്ന് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 30 ദിവസം എടുത്തു. വളരെ എളുപ്പത്തിൽ നമ്മളത് ചെയ്തില്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്നും കൂടി. 5 men and 8 women can do a piece of work in 10 days ആണല്ലോ. അതേ വർക്ക് 3 men and 7 women ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം? 12 ദിവസം. ഇനി അടുത്ത എന്താ ചോദിച്ചത്? 11 മെന്ന് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ നമുക്കറിയാം 10ൻ്റെയും 12ൻ്റെയും LCM 60. അത് ആ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്കാണത്. ഇനി 60/10 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 5 മെന്നിൻ്റെയും 8 വുമൻ്റെയും എഫിഷ്യൻസി അത് 6. ഇനി 60/12 ചെയ്താലോ? 5 എന്ന് പറയുന്നത് 3 മെന്നിൻ്റെയും 7 വുമൻ്റെയും എഫിഷ്യൻസിയാണ്. ഇനി എന്ത് ചെയ്തു? നമ്മളിവിടെ എന്ത് ചെയ്തു? നമുക്ക് മെന്നിനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വുമൺ അങ്ങോട്ട് ഈക്വൽ ആക്കി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സോ 1നെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 1നെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്രയാണ്? 35 മെന്ന് 56 വുമൺ 7 42 ആണെന്ത്? അവരുടെ എഫിഷ്യൻസി. ഇനി ഇക്വേഷൻ 2നെയോ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 24 മെൻ പിന്നെ 56 വുമൺ. എത്രയായി? 5 40. ഇതിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ 1 - 2 ചെയ്തു. അല്ലെങ്കിൽ ഇക്വേഷൻ ഇത് 3 കൊടുക്കാം, ഇത് ഇക്വേഷൻ 4. സോ 3 - 4 ചെയ്തു. ഇക്വേഷൻ 3 - 4 എന്താണത്? 35 24 കുറച്ചാൽ എന്താണ്? 11 മെൻ. 56 - 56 0. 42 40 2. സോ 11 മെന്നിൻ്റെ എഫിഷ്യൻസി 2. 11 മെന്നിൻ്റെ എന്താണ് 2? 11 മെന്നിൻ്റെ എഫിഷ്യൻസിയാണ് 2. ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ 11 മെന്നിൻ്റെ എഫിഷ്യൻസി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആ 11 മെൻ ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്നുള്ളതിൻ്റെ ഇത് കിട്ടിയില്ലേ? അതായത് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി. 60/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡേയ്സ്. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത് നോക്കാം.
അടുത്തതും ഇതേപോലത്തെ മറ്റൊരു ചോദ്യം. എന്താണ് ഇവിടെ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? കമ്പൈൻ ചെയ്ത്. ഇവിടെ എങ്ങനെയാണ്? 12 men അല്ലെങ്കിൽ 18 women. അങ്ങനെയാണ്. ഇഫ് 12 men or 18 women can do a piece of work in 14 days, how long will 8 men and 16 women take to finish the work? ഇങ്ങനെയാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇപ്പം എന്താണ്? 12 men ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 14 days. 18 വുമണും ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? 14 days അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ലോങ് 8 men ആൻഡ് 16 women ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക്. ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇവിടെ എന്താണ്? 12 men ഈക്വൽ ടു 18 women. ഇനി എന്ത് ചെയ്യാം? 1 men ഈക്വൽ ടു എന്താണ്? 18/12 women ആണല്ലോ. അതായത് 3/2. അതായത് 3 6 18, 2 6 12. സോ 3/2 women. അങ്ങനെയാണെങ്കിൽ എന്താണ്? 2 men ഈക്വൽ ടു 3 women. ഇതാണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ മെന്നിന് എന്ത് ചെയ്യാം? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 8 മെന്നിന് പകരം എന്ത് ചെയ്യാം? 3/2 women പ്ലസ് 16 women. കിട്ടിയല്ലോ. 4 3 12. 12 women പ്ലസ് 16 എത്രയാണത്? 28 എന്താണ്? women. 28 women. ഇവിടെ നമുക്കറിയാം 18 women ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 14 ദിവസം. അങ്ങനെയെങ്കിൽ 28 women ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് നോക്കിയാൽ പോരെ? സോ എന്ത് ചെയ്യാം? 14 ഇൻറ്റു എന്ത് വരും? 18/28. 14 2 28 9. സോ 9 days ആണല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? 18 women ആ വർക്ക് ചെയ്യാൻ 14 ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ 28 women എത്ര ചെയ്യും? ആ 14നേക്കാൾ കുറവ് ദിവസമല്ലേ എടുക്കണ്ടു. കാരണം എന്താണ്? ഇവിടെ വുമൻ്റെ എണ്ണം എന്തായി? കൂടി. സോ എന്തായി? 14 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 28. അതെത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 9 days ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ നമ്മുടെ ടോപ്പിക്സിൽ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇതേപോലത്തെ ടോപ്പിക്സുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടും. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു പാർട്ടായ ടൈം ആൻഡ് വർക്കിൻ്റെ 1 മാർക്ക് നിങ്ങൾ നേടിയിരിക്കുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി ഈ ഒരു ടോപ്പിക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.